ഹലോ, ഗീതാ ഗോവിന്ദിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിലേറാൻ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥ വളരെ ചുരുക്കത്തിൽ കേൾക്കാം. ഇന്നലെ അടിപൊളി എപ്പിസോഡാണ്. അപ്പോൾ ആദ്യം തന്നെ ഇന്നലെ കഴിഞ്ഞിടത്ത് നിന്ന് തന്നെ 12 മണിക്കുള്ളിൽ ഞാനൊക്കെ ഇന്ന് ഈ ധ്യാൻ്റെ ചുരുളഴിക്കുമെന്ന് ഗീതു പറയുന്നു. അപ്പോൾ അതെന്താ 12 മണിയുടെ കണക്ക് എന്ന് അജാസ് ചോദിക്കും. അപ്പോൾ കണ്ണേട്ടിന് ഉറങ്ങാനൊരു 11 മണിയാവും. 11:30 ആകുമ്പോൾ ഒരു ഡീപ്പ് സ്ലീപ്പിലെത്തും. പിന്നെ ഇത് കണ്ടുപിടിച്ചൊക്കെ ഫോണൊക്കെ തപ്പി പിടിച്ച് കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്ക് ഒരു 12 മണിയാവും. 11 മണിക്ക് മുന്നേ ഉറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ ചോദിക്കും. അപ്പോൾ അജാസ് പറയും 2 കൊടുത്താൽ മതി, അപ്പം അങ്ങ് ഉറങ്ങിക്കോളും എന്ന് പറയും. അപ്പോൾ എൻ്റെ ഭർത്താവിന് ഞാൻ തന്നെ കുടിയാനാക്കണോ, വല്ലപ്പോഴൊക്കെ ആവാന്നൊക്കെ പറയും. എന്നിട്ട് അങ്ങനെ ആ ഒരു ടോക്ക് കഴിയും. കുടിപ്പിച്ചിട്ട് ഫോൺ നോക്കിയാൽ മതി, പെട്ടെന്ന് ഉറങ്ങിക്കോളും എന്ന് പറയും. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. രഞ്ജുവിൻ്റെ അടുത്ത് ഗോവിന്ദ് എത്തിയിട്ട് ഇങ്ങനെ, അപ്പോൾ രഞ്ജു ചോദിക്കും നീ എന്തിനാ, എനിക്കൊരു കുഴപ്പമില്ലല്ലോ, പിന്നെ എന്തിനാ ICUവിൽ എന്ന് പറയും, എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൂടെയെന്ന് ചോദിക്കും. അപ്പോൾ ഗോവിന്ദേട്ടൻ പറയും അതിനായിട്ടില്ല, ഇന്നും കൂടെ കഴിഞ്ഞിട്ട് നാളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ എന്നിട്ട് രഞ്ജു ചോദിക്കും എന്തിനാ എന്നോട് ഇങ്ങനെ രാധികാമ്മ വരണം, എന്തിനാ ചെയ്തതെന്ന് ചോദിക്കും. അപ്പോൾ ഗോവിന്ദ് പറയും അത് എന്നോടുള്ള സ്നേഹം ആർക്കും പങ്കിട്ട് പോകരുത്, അങ്ങനെ ആർക്കെങ്കിലും പോകുമെന്ന് പേടിച്ചിട്ടാണ് രാധികാമ്മയോടുള്ള സ്നേഹം പങ്കിട്ട് പോകുമെന്ന് പേടിച്ചിട്ടാണ് അവരിങ്ങനെ നിന്നോട് ചെയ്തത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. എന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് തന്നെയാണ് ഗീതുവിനോടും അങ്ങനെ പെരുമാറുന്നത്, അതാണ് പ്രോബ്ലം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് എനിക്ക് വേണ്ടി എൻ്റെ ഏട്ടൻ കഷ്ടപ്പെടുന്നുണ്ടല്ലേ, എത്രയും പെട്ടെന്ന് ധ്യാനിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് ധ്യാനിൻ്റെ കയ്യിൽ എന്നെ ഏൽപ്പിക്കണം എന്നിങ്ങനെ പറയുമ്പോഴാണ് നമ്മുടെ ഗീതു ഉള്ളിലേക്ക് വരും. ഗീതുവിനെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് ദേഷ്യം വരും. എന്നിട്ട് പറയും നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്, ചത്തോ ജീവിച്ചോ എന്ന് അറിയാനാണോ, ഇവളോട് പോകാൻ പറ ഗോവിന്ദേട്ടാ, എനിക്ക് ശത്രുതയുള്ള ആളോട് അടുപ്പം കാണിക്കുന്നവരൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയും. അപ്പോൾ ഗീതു പറയും വിജയലക്ഷ്മി അമ്മയോട്, നിൻ്റെ അമ്മയോട് ഞാൻ അടുപ്പം കാണിക്കുന്നുണ്ടല്ലേ എനിക്ക് എന്നോട് ശത്രുത, അവരോടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചിട്ട് ഞാൻ വന്നിരിക്കുന്നത്, ഇപ്പോൾ അവരായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ലെന്ന് ഗീതു പറയും. അപ്പോൾ നീ വെറുതെ പറയുന്നത്, എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് രഞ്ജുവും പറയും. അപ്പോൾ ഇല്ല സത്യമാണ്, അതിനുള്ള കാരണവും കൂടെ നീ കേട്ടോളൂ, നീ അവരുടെ മകളാണെന്നുള്ള കാര്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചു. ഞാൻ പല തവണ സംശയം ഉന്നയിച്ചിട്ടും ചോദിച്ചിട്ടും അവർ സത്യം പറഞ്ഞില്ല. ഞാൻ അത്രയധികം ആത്മാർത്ഥതയോടെ സ്നേഹിച്ച ഒരാൾ, ഞാൻ അങ്ങോട്ട് തിരിച്ചത്രക്ക് ആത്മാർത്ഥതയോടെ സ്നേഹിച്ചിട്ട് എന്നോട് ഇങ്ങോട്ട് ഒരു വഞ്ചന കാണിച്ചില്ലേ, അങ്ങനെ ചതി കാണിക്കുന്നവരോട്, വഞ്ചന കാണിക്കുന്നവരോട് ആത്മാർത്ഥതയില്ലാതെ സ്നേഹിക്കുന്നവരെ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് ഞാൻ എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചു എന്നിങ്ങനെ പറയാണ്. അപ്പോൾ എന്നിട്ട് ഗോവിന്ദേട്ടനും സപ്പോർട്ട് ചെയ്യും. അവളൊരിക്കലും കള്ളം പറയില്ല, ഗീതു പറഞ്ഞതാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. എന്നിട്ട് രഞ്ജു ചെറുങ്ങനെ വിശ്വസിക്കും. എന്നിട്ട് ഇന്നലെ വരെ എന്നോടുള്ള ആറ്റിറ്റ്യൂഡ് ഇതായിരുന്നില്ലല്ലോ, പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു മനമാറ്റം എന്ന് ചോദിക്കും. അപ്പോൾ കണ്ണോണ്ട് ഇങ്ങനെ ഗോവിന്ദ് കാണിക്കുമുള്ളൊന്നും സത്യമൊന്നും പറയാൻ പാടില്ല എന്നുള്ളത് കാണിക്കും. പക്ഷേ ഗീതു പറയില്ല. ഗീതു പറയും ഇന്നലെ നിന്നെ ആ ഒരു അബോധാവസ്ഥയിൽ ഇങ്ങനെ കണ്ടപ്പോൾ, ആ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് ആകെ മാറിപ്പോയി, എന്താ പറയുക, ആ ഒരു നടുക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, അതുകൊണ്ടാണെന്ന് പറയും. എന്നിട്ട് കണ്ണേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എപ്പോഴും ഇനി മുതൽ എൻ്റെയും ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് അവളുടെ കൈ ഇങ്ങനെ പിടിക്കും. നിനക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഇനിയും നിന്നെ കാണാൻ വേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അതവിടെ കഴിഞ്ഞിട്ട് ഗീതു അങ്ങോട്ടേക്ക് പോകും. ഗീതു പോയപ്പാട് തന്നെ നമ്മൾ രഞ്ജു ചോദിക്കും ഗോവിന്ദനോട്, എൻ്റെ നാത്തൂനാന്നുള്ള കാര്യം എങ്ങനെയാണ് ഗീതുവിനോട് എപ്പോൾ പറയാമെന്നിങ്ങനെ ചോദിക്കും ചിരിച്ചുകൊണ്ട്. അപ്പോൾ ഗോവിന്ദേട്ടൻ പറയും അതൊക്കെ നമുക്ക് പറയാം, പക്ഷേങ്കിൽ വിജയലക്ഷ്മി എന്ന് പറയുന്ന ആ സ്ത്രീ ഓർമ്മയായതിനു ശേഷം മാത്രം എന്ന് പറയും. അങ്ങനെ അതവിടെ കഴിയും. ഗീതു പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. വിജയലക്ഷ്മി അങ്ങനെ മനസ്സിൽ വിചാരിക്കും വിജയലക്ഷ്മി അമ്മയോടുള്ള ബന്ധം എനിക്കൊരിക്കലും അങ്ങനെ മുറിച്ചു മാറ്റാൻ പറ്റില്ല, പക്ഷേ ഇവിടെ അങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ, ഇപ്പോൾ അവരത് അറിയേണ്ടെന്ന് പറയും. അപ്പോൾ ഗോവിന്ദ് വന്നിട്ട് ഇങ്ങനെ പറയും ഞാൻ നിനക്ക് വേണ്ടി ഒരു കള്ളം പറഞ്ഞു എന്ന് പറയും. നീ വിജയലക്ഷ്മിയായിട്ട് ബന്ധമില്ല, നീ ഒരിക്കലും കള്ളം പറയില്ല എന്നുള്ളൊരു കള്ളം ഞാൻ അവളോട് പറയേണ്ടി വന്നു, നിന്നെ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നു എന്ന് പറയും. അപ്പോൾ ഗീതു പറയും എന്ത് സപ്പോർട്ട്, ഞാനങ്ങനെ പോയിട്ടൊന്നുമില്ല, ഞാനൊരിക്കലും കള്ളം പറയില്ല, എനിക്ക് നുണ പറയേണ്ട ആവശ്യമില്ല, ഇനി അഥവാ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാനൊക്കെ ആ സത്യം പറയാനുള്ള ചങ്കൂറ്റവും ഉണ്ട്. ഗോവിന്ദ് പറയും നീ ഇന്ന് രാവിലെ എവിടേക്കാണ് പോയെന്ന് എനിക്കറിയാമെന്ന് പറയും. അപ്പോൾ എവിടേക്കാന്നിങ്ങനെ ചോദിക്കും. ഇനി വല്ല സംശയം ഉണ്ടെങ്കിൽ അജാസിക്കോട് ചോദിച്ചോക്കെന്ന് പറഞ്ഞിട്ട് അജാസിനോട് ചോദിക്കും ഇന്ന് രാവിലെ എവിടെയാണ് പോയത്, ഞാൻ ഇന്ന് ചെമ്പകശ്ശേരി പോയോ ഇല്ലയോ എന്നിങ്ങനെ ചോദിക്കും. ചോദിക്കാൻ വേണ്ടി ഗോവിന്ദിനോട് ആദ്യം പറയും, പക്ഷേ ഗോവിന്ദ് ചോദിക്കില്ല, വേണ്ടാന്ന് പറയും. പക്ഷേ ഗീത ചോദിക്കും. എന്നിട്ട് ഞാൻ തന്നെ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ഗീത ചോദിക്കും. പക്ഷേ അജാസാണെങ്കിൽ രണ്ടാളോടും കള്ളം പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നുണ്ടാവുക. അവനാണെങ്കിൽ അത് പിന്നെ നിങ്ങൾക്ക് രണ്ടാക്കും പരസ്പരം വിശ്വാസമുള്ള സ്ഥിതിക്ക് ഇനിയൊരു റീചെക്കിൻ്റെ ആവശ്യമില്ലല്ലോ, നിർത്താതെ പറഞ്ഞിട്ട് ഫോൺ വരുന്ന പറഞ്ഞിട്ട് അവൻ അങ്ങോട്ടേക്ക് മാറും, അവൻ കള്ളം പറയില്ല.
എന്നിട്ട് പിന്നെ കണ്ട എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗോവിന്ദ് പറയും, നീ എൻ്റെ കയ്യിൽ നിന്ന് കലമ്പ് കിട്ടുന്നു മേടിച്ചിട്ടില്ലേ നീ സത്യം പറയാത്തതെന്ന് പറയും. അപ്പോൾ എനിക്കങ്ങനെ പേടിയൊന്നുമില്ല, എനിക്ക് സത്യം പറയാൻ മടിയുമില്ല, പോയിട്ടുണ്ടെങ്കിൽ സത്യം ഞാൻ പറയുകയും ചെയ്യും. നിങ്ങളുടെ പെറ്റമ്മ രാധികാമ്മ ഉണ്ടല്ലോ, ഒരു എന്താ പറയുക, ദേവിയെ പൂജിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അവർ വെറും കള്ളിയാണെന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയാനും എനിക്ക് പേടിയില്ല എന്ന് പറയും. അപ്പോൾ ഗോവിന്ദ് ദേഷ്യം പിടിച്ചിട്ട് പറയും, എന്താ വെറുതെ രാധികാമ്മയെ തൊട്ട് കളിക്കരുത്, ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ നിങ്ങളെങ്ങനെയോ ഒന്ന് അവരെ കള്ളത്തരം ഒന്ന് മനസ്സിലാക്കുക. അവർ കാരണമല്ലേ രഞ്ജു ഇങ്ങനെ ആയത്. അവരെ അമ്മയുടെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അവരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേറൊന്നെങ്കിലും ഒരു അടി കൊടുക്കായിരുന്നു എന്ന് ഗീതു പറയും. എന്നിട്ട് ഗീതുവിൻ്റെ മൂക്കിൽ പഞ്ഞി വെച്ചിട്ടാണെങ്കിലും നിങ്ങൾ എങ്ങനെയെങ്കിലും അത് വിശ്വസിക്കുന്നു ഇങ്ങനെ പറയും, അവരുടെ കള്ളത്തരം മനസ്സിലാക്കുന്നു ഗീതു ഇങ്ങനെ പറയും. എന്നിട്ട് ഗീതു ഇത്രയും ഡോസ് മതി, ഷോക്ക് ഏറ്റിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഗീതു അങ്ങോട്ടേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗോവിന്ദ് നേരെ വിജയലക്ഷ്മി അവൻ്റെ അടുത്ത് വീട്ടിലേക്ക് പോകും. സംഭവം എന്ന് വെച്ചാൽ ധ്യാനം വിളിച്ചിട്ട് ഇവരുടെ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് പറയാൻ, അതിനെത്ര കോടി വേണമെങ്കിലും പൈസ വേണമെങ്കിലും ഞാൻ മുടക്കാം, അതൊന്നും എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ വിളിച്ച് ചോദിക്കുക. ഞാൻ വിളിച്ച് ചോദിക്കുമ്പം അവൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരാ ഇതൊക്കെ പറയാൻ എന്നുള്ളതായിരിക്കും അവൻ്റെ ചോദ്യം. പിന്നെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗീതുവിനെ പോലത്തെ വൃത്തികെട്ട ചിന്തകൾ അവനും വരും, അതിനിട വരുത്തുന്നില്ല, നിങ്ങൾ വിളിച്ച് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി ഇതിനൊന്നും തയ്യാറല്ല. അതായത് അവൾക്കൊരു കുടുംബജീവിതം പാടില്ലെന്ന് ഡോക്ടറും നിന്നോട് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ നീ ഇങ്ങനെ കാണിക്കുന്നത്? എൻ്റെ മകൾക്ക് വേണ്ടി ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഞാൻ തയ്യാറല്ല, അങ്ങനെ നാടകം കളിക്കാൻ വേണ്ടി ഞാൻ നിൻ്റെ പെറ്റമ്മയെ പോലെ അല്ല. അപ്പോൾ ഗോവിന്ദ് പറയും, ഒരു ആണിനും പെണ്ണിനും ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങൾ കരുതുന്ന പോലത്തെ ഒരു ജീവിതം വേണമെന്നില്ല, പരസ്പര സ്നേഹം ഉണ്ടായാൽ മാത്രം മതി എന്ന് പറയും. അപ്പോൾ വിജയലക്ഷ്മി മാം പറയും, അങ്ങനെ ഇത് നാടകം കളിക്കാൻ അവരുടെ പേര് ഗീതു ഗോവിന്ദും എന്നല്ല, അവരുടെ സ്നേഹവും നിങ്ങളുടെ പോലത്തെ സ്നേഹമല്ല, ജീവിത നാടകം കളിക്കാൻ നിന്നെ ഇതാരാ പഠിപ്പിച്ചത് ഇങ്ങനെയൊക്കെയെന്ന് പറയും. അപ്പോൾ ഏത് ചോരയിൽ നിന്ന് വന്ന് ഞാൻ ഇനി പറയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് പറയും. എന്നിട്ട് ഇങ്ങനെ പറയും, നിങ്ങൾ ധ്യാനിനെ വിളിക്കുക, എന്നിട്ട് എത്ര കോടി വേണമെന്ന് അവളെ എത്ര കാലം ഉണ്ടാവുമെന്ന് അറിയില്ല, പക്ഷെ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ എത്ര പണം മുടക്കാനും തയ്യാറാണ്, നിങ്ങൾ ധ്യാനിനെ വിളിച്ച് ചോദിക്കുക, അത് ഞാൻ നിങ്ങൾക്ക് തരാൻ തയ്യാറുമാണെന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് ഗോവിന്ദ് അവിടെ നിന്ന് പോകും. പിന്നെ വീട്ടിൽ നമ്മുടെ രാധികാമ്മയും വരുണും കൂടെ സംസാരിക്കുന്നുണ്ടാവും. അതായത് അവളെ റൂമിൽ ലോക്ക് ചെയ്തത് ഗീതു ആണെന്ന് സ്ഥാപിക്കണം, അവളെ വിശ്വസിപ്പിക്കണം, നാളെ അവളെ ഹോസ്പിറ്റലിൽ പോയി കാണണം. പിന്നെ കിഷോറിൻ്റെ പണി നടത്തുന്നുണ്ട്, അവരെന്തായാലും ആ വഴിക്ക് നീങ്ങിക്കോളും. പിന്നെ രഞ്ജുവും ഗോവിന്ദുമായിട്ട് അടുപ്പത്തിലാണെന്ന് ഗീതുവിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കണം. അങ്ങനെ വരുമ്പോൾ അവൾ എന്തായാലും ഇറങ്ങി പോയിക്കോളും. പിന്നെ രഞ്ജുവിൻ്റെ കാര്യം നമ്മൾ നോക്കേണ്ട, ദൈവം തന്നെ നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോയി രഞ്ജുവിനെ കാണണം, ഗീതുവാണ് ഇത് പൂട്ടിയിട്ട് സ്ഥാപിക്കണം എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മുടെ ഗോവിന്ദ് കേൾക്കും. എന്നിട്ട് ഗോവിന്ദ് ഇങ്ങനെ ഇനി അതും വിശ്വസിച്ചില്ലെങ്കിൽ അവളെ അങ്ങോട്ട് ഇല്ലാതാക്കാം എന്ന് പറയും. എന്നിട്ട് ഗോവിന്ദ് ഇങ്ങനെ നടന്നു വരും, അവരുടെ ഞെട്ടും ഗോവിന്ദ് കേട്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളോട് ഞാൻ രഞ്ജുവിൻ്റെ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ അവൾക്കെതിരെ പ്ലാൻ ഉണ്ടാക്കുന്നത് എന്ന് പറയും. അപ്പോൾ നമ്മുടെ രാധികാമ്മ ഇങ്ങനെ പറയും, അത് ഇവനൊരു അബദ്ധം പറ്റിയതാന്ന് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയും, എന്തിനാ അമ്മ ഇവനിങ്ങനെ രക്ഷപ്പെടുത്താൻ നോക്കുന്നത്? ഇപ്പം എനിക്ക് ഗീതു പറയുന്നതിൽ കുറച്ചൊക്കെ, നിങ്ങളെപ്പറ്റി പറയുന്നതിൽ കുറച്ചൊക്കെ കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്നിങ്ങനെ ഗോവിന്ദ് പറയും. അപ്പോൾ ഇവരിൽ ഞെട്ടും. ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ, അവിടെ കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്.